കെ പി സോസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രസാദ്. നമ്മൾ ഇത്തവണ ഒരു ഫൈനാൻഷ്യൽ ടിപ്പുമായിട്ടാണ് വരുന്നത്. പണത്തിനെ ഉപയോഗിക്കാൻ അറിയുക എന്ന് പറയുന്നത് വലിയൊരു സ്കില്ലാണ്. അതുപോലെ തന്നെയാണ് കടവും നമുക്ക് ഉപയോഗിക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ പാരയാണ്. പക്ഷേ ഉപയോഗിക്കാൻ അറിയാമെങ്കിൽ നല്ലൊരു റിസോഴ്സാണ്. കടമെന്ന് പറയുന്ന ഒരു ലയബിലിറ്റി ആയിട്ട് നമ്മൾ കണക്കാക്കുമെങ്കിൽ പോലും നമുക്കതിനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാനും അതിനെ കൺട്രോൾ ചെയ്യാനും അറിയാമെങ്കിൽ അതിനെ ഒരു അസറ്റാക്കി നമുക്ക് മാറ്റാവുന്നതാണ്. എങ്ങനെയാണ് EMI പോലെയുള്ള സ്കീമുകൾ നമ്മളുടെ സാമ്പത്തിക രംഗത്തെ തകർത്ത് കളയുന്നത് നമുക്കൊന്ന് നോക്കാം. EMI എന്ന് പറയുന്നത് ബേസിക്കലി നമ്മളൊരു പ്രൊഡക്റ്റ് ആദ്യം വാങ്ങുകയും പണം പിന്നീട് കൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്ലാനാണ്. പക്ഷേ EMI ഓപ്ഷനിലേക്ക് പോകുന്ന ഭൂരിഭാഗം ആൾക്കാരും ആ തുക അപ്പം അടയ്ക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് മാത്രമേ ചിന്തിക്കാറുള്ളൂ. ആ പ്രോഡക്റ്റിൻ്റെ റണ്ണിങ് കോസ്റ്റ് അവർ കണക്കാക്കാറില്ല. അതുപോലെ തന്നെ അത് എത്ര കാലം അടയ്ക്കണം, അതിൻ്റെ ദൈർഘ്യം പലരും കണക്കാക്കാറില്ല. അങ്ങനെ കണക്കാക്കാതെ വാങ്ങുന്ന ഭാവിയിൽ നമുക്കതൊരു വലിയ ബുദ്ധിമുട്ടായി മാറാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇലക്ട്രോണിക് സാധനങ്ങൾ, വാഹനങ്ങൾ പോലെയുള്ള വലിയ പർച്ചേസുകളിൽ എങ്ങനെയാണ് ഇതിനെ കണക്കാക്കേണ്ടത്, എങ്ങനെയാണ് ഇതിനെ മാനേജ് ചെയ്യേണ്ടത് നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ EMI ഓപ്ഷനിൽ എടുക്കുകയാണെങ്കിൽ മിക്കവാറും ആ പ്രോഡക്റ്റിൻ്റെ മൊത്തം പ്രൈസിന് ഒരു 20% നമ്മളോട് ആദ്യം അടയ്ക്കാനായി കമ്പനികൾ ആവശ്യപ്പെടുക. ആ 20% അടച്ച ശേഷം ബാക്കി 80% നമ്മൾ EMI ആയിട്ട് അടച്ചു കൊടുക്കുന്നത്. ഇതാണ് ജനറലി അവർ പ്രൊവൈഡ് ചെയ്യുന്നൊരു സ്കീം. അങ്ങനെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ 80% പണം, 80% ഉള്ളതിൻ്റെ വാല്യൂ നമ്മൾ പിന്നീടാണ് അടയ്ക്കുന്നത്. അപ്പോൾ EMIയിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇതിൻ്റെ ദൈർഘ്യം കുറയ്ക്കാൻ പരമാവധി നോക്കുക. അതുകൊണ്ട് നമ്മൾ ആദ്യ തവണ അടയ്ക്കുമ്പോൾ തന്നെ പരമാവധി എമൗണ്ട് അടച്ച ശേഷം ആ പ്രോഡക്റ്റ് വാങ്ങാൻ ശ്രദ്ധിക്കുക. അങ്ങനെ പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് EMIയുടെ ദൈർഘ്യം കുറയ്ക്കാൻ സാധിക്കും. ഇനി അങ്ങോട്ട് പറയാവുന്ന കാര്യങ്ങൾ നമ്മളുടെ ന്യൂമെറിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ഈ പറയുന്ന ഡാറ്റകളെല്ലാം തന്നെ സ്റ്റാറ്റിസ്റ്റിക്സിനെ ബേസ്, അതായത് നമ്മൾ സംഖ്യ ഉപയോഗിച്ച് ചെയ്യുന്ന ശാസ്ത്രീയമായ പഠനങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഇത് ഈസി ഗൈഡൻസിന് വേണ്ടിയിട്ട് പറയുന്നു എന്ന് മാത്രം. അപ്ലൈ ചെയ്യണമോ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങളുടെ അപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി നോക്കി നിങ്ങൾ തന്നെ ചെയ്യാവുന്നൊരു കാര്യമാണ്. EMI ഓപ്ഷനിൽ നമ്മൾ എന്ത് വാങ്ങുമ്പോഴും അതൊരു ഗുഡ് പർച്ചേസ് ആണോ ബാഡ് പർച്ചേസ് ആണോ എന്ന് ആദ്യമേ തീരുമാനിക്കുക. നമുക്ക് ഇക്കണോമിക്കലായിട്ടുള്ളൊരു അസറ്റാണോ ലയബിലിറ്റി ആണോ എന്ന് ആദ്യം ആലോചിക്കുക. എന്താണ് അങ്ങനെ പറഞ്ഞ കാര്യം? നമ്മൾ ആ വാങ്ങുന്ന പ്രോഡക്റ്റ് കൊണ്ട് നമ്മുടെ സാമ്പത്തിക രംഗത്തിന് ചിലവാണോ ഉണ്ടാവുക, ലാഭമാണോ ഉണ്ടാവുക എന്ന് ചിന്തിക്കുക. ഉദാഹരണം, നിങ്ങളൊരു മെഷീനറി വാങ്ങുന്നു, നിങ്ങളുടെ ജോലിയുടെ ഭാഗമായ ഒരു മെഷീനറിയാണ് വാങ്ങുന്നത്. ഉദാഹരണം, നിങ്ങൾ പുതിയൊരു ഫോൺ വാങ്ങുന്നു, അല്ലെങ്കിൽ പുതിയ ലാപ്ടോപ്പ് വാങ്ങുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സംഗതി വാങ്ങുന്നു. അങ്ങനെ വാങ്ങുമ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് കൂടുതൽ എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്ത് നിങ്ങളുടെ വർക്ക് ലോഡ് നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റണം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കി കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കണം. ഈ രണ്ട് രീതിയിലും അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ EMI ഓപ്ഷനിൽ പോകാതിരിക്കുന്നതാണ് നല്ലത്. അതിന് പകരമായി അത് ബഡ്ജറ്റ് ചെയ്ത് അതിനുള്ള ക്യാഷ് സേവ് ചെയ്ത ശേഷം നിങ്ങളുടെ സേവിങ്സിൽ നിന്നും വാങ്ങുന്നതാണ് കുറച്ചുകൂടി സേഫ്. അതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. രണ്ടാമത്, നിങ്ങളുടെ മൊത്തം EMIകൾ എത്രയുണ്ട് ഇപ്പോൾ എന്ന് കണക്കാക്കുക. നിങ്ങൾ മൊത്തം EMI, ഓരോ കാര്യത്തിനും നിങ്ങൾ മാസം അടയ്ക്കുന്ന എമൗണ്ട് എത്രയുണ്ട്, ആ EMI മൊത്തം കണക്കാക്കിയ ശേഷം അതിൽ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻസ് ഉൾപ്പെടും, നിങ്ങൾ ഇതിനു മുമ്പ് വാങ്ങിയിട്ടുള്ള പർച്ചേസുകൾ ഉൾപ്പെടും, അങ്ങനെ എല്ലാ സാധനങ്ങളും കൂട്ടിയ ശേഷം നിങ്ങളുടെ മൊത്തം വരുമാനത്തിൻ്റെ എത്ര ശതമാനമുണ്ട് അത് എന്ന് കണക്കാക്കുക. 30% കൂടുതൽ നിങ്ങൾ EMIയിൽ പോകുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രതിമാസ അടവുകളിൽ പോകുന്നുണ്ട് എങ്കിൽ നിങ്ങൾ കടക്കെണിയിലാണ്. അപ്പോൾ നിങ്ങൾ പുതിയ പർച്ചേസിലേക്ക് പോകാതിരിക്കുന്നതാണ് സേഫ്. മാത്രമല്ല, നിങ്ങൾ റിസർവ് ഫണ്ട് അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കണമെങ്കിൽ പോലും നമ്മൾ EMIനെ കൺട്രോൾ നിർത്തിയേ സാധിക്കുള്ളൂ. അതുകൊണ്ട് മൊത്തം വരുമാനത്തിൻ്റെ 30% താഴെയാണോ ടോട്ടൽ EMI എന്ന് കണക്കാക്കുക. ഇനി രണ്ടാമത്തേത്, നിങ്ങൾ വാങ്ങുന്ന പ്രോഡക്റ്റ്, ആ പ്രോഡക്റ്റിനുണ്ടാകുന്ന EMI ഉണ്ടാകും, അതിൻ്റെ കൂടെ അതിൻ്റെ റണ്ണിങ് കോസ്റ്റ് കൂടി കണക്കാക്കുക. അത് നമുക്ക് കൊണ്ടു നടക്കാനൊരു ചിലവുണ്ട്. ഉദാഹരണം, നിങ്ങളൊരു വാഹനം വാങ്ങുകയാണെന്ന് വിചാരിക്കുക. ആ വാഹനത്തൊരു EMI നിങ്ങൾക്ക് അടയ്ക്കാനുണ്ട്, അതിന് ഇൻഷുറൻസ് മെയിൻറ്റെയിൻ ചെയ്യാനുണ്ട്, അതിൻ്റെ മെയിൻ്റെനൻസ് ചിലവുകളുണ്ട്, അതിന് ഇന്ധനം നിറയ്ക്കാനുണ്ട്. ഇത്തരം ചിലവുകളൊക്കെ കണക്കാക്കിയിട്ട് അത് നമ്മളുടെ മൊത്തം വരുമാനത്തിൻ്റെ 10% താഴെയാണോ നോക്കണം. എല്ലാ ബിഗ് പർച്ചേസുകളും ഇങ്ങനെയാണ് കണക്കാക്കേണ്ടത്. വാഹനങ്ങൾ എന്ന് പറയുന്നത് ഒരു ബിഗ് പർച്ചേസാണ്, ഇലക്ട്രോണിക് സാധനങ്ങൾ ഒരു ബിഗ് പർച്ചേസാണ്, നമ്മൾ വാങ്ങുന്ന വീട് ഒരു ബിഗ് പർച്ചേസാണ്. അത്തരം ബിഗ് പർച്ചേസുകളിലെല്ലാം ടോട്ടൽ നമ്മളുടെ ഇൻകത്തിൻ്റെ 10% താഴെയാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ സേഫ് സോണിലാണ്, ഒന്നും പേടിക്കാനില്ല. 10% എത്ര അകലേക്ക് നമ്മൾ പോകുന്നുവോ, 20, 30, 40 അങ്ങനെ കൂടിപ്പോകും തോറും നമ്മൾക്ക് റിസ്ക് കൂടി വരികയാണ്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഗൈഡ് ലൈൻ പറഞ്ഞത്.
ഫൈനാൻഷ്യൽ ഡിസിപ്ലിനുള്ള ആളുകൾക്ക് വളരെ ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു പേയ്മെൻറ്റ് മെത്തേഡാണ് EMI എന്ന് പറയുന്നത്. പക്ഷേ ആ മെത്തേഡ് ശ്രദ്ധിച്ചും കണ്ട് നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മളെ തന്നെ നമ്മുടെ സാമ്പത്തിക രംഗത്തെ മൊത്തം തകർക്കാൻ ശക്തിയുള്ളതുമാണ്. അതുകൊണ്ടാണ് ഒരു ഫൈനാൻഷ്യൽ ടിപ്പ് എന്ന നിലയ്ക്ക് ഇതിനെ എങ്ങനെ മാനേജ് ചെയ്യണം എന്ന് നമ്മൾ പറയുന്നത്. പൊതുജനങ്ങളുടെ അറിവിലേക്കായിട്ട് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.